ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സ്തുതി. അപ്പോൾ ഇന്ന് നമുക്ക് മുട്ട വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി എഗ് ചില്ലി വിത്ത് ക്യാപ്സിക്കം ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റും. സിമ്പിൾ റെസിപ്പിയാണ്, വെറും 5 മിനിറ്റ് മതി. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ചു. പാനിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലാണ്, അതൊന്ന് ചേർത്ത് കൊടുക്കുക. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 4 കോഴിമുട്ട ഇതേപോലെ ഒന്ന് പൊട്ടിച്ചതൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഈ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നല്ല രീതിയിലൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. സ്ക്രാമ്പിൾ ചെയ്ത് ഒരുപാട് പൊടിച്ചെടുക്കരുത്. ഇതേ രീതിയിൽ ഞാനൊന്ന് സ്ക്രാമ്പിൾ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കണേ. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി വെക്കാം. മാറ്റി വെച്ചതിന് ശേഷം ഞാൻ വീണ്ടും അതേ പാൻ തന്നെ വെച്ചിട്ട് ഇതിലേക്ക് വീണ്ടും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ 5-8 വെളുത്തുള്ളി ഇതേപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതും ഒരു പച്ചമുളക് ഒന്ന് ചോപ്പ് ചെയ്തതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇത് എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ ഒന്നേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എരിവില്ലാത്തയാണെങ്കിൽ ഒരു 2 പച്ചമുളക് വരെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് രണ്ടും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റി ഇതുപോലെ ഒന്നായി കഴിയുമ്പോൾ ഞാനിതിലേക്ക് വലിയ 2 സവാള ഒന്ന് നീളത്തിൽ അരിഞ്ഞതാണ്, അതൊന്ന് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഈ സവാള ഒന്ന് വഴറ്റണം. വഴറ്റി ഒരുപാട് അങ്ങ് വഴണ്ട് പോവണ്ട, ജസ്റ്റ് ഒന്ന് വാടി വരുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ, ഇതേപോലെ ഒന്ന് സവാള വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഞാനിതിലേക്ക് ഒരു ക്യാപ്സിക്കം ഇതേപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതും കൂടെ ഈ ഒരു ക്യാപ്സിക്കം ഒന്ന് വഴണ്ട് വരുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ കണ്ടോ, ഈ ഒരു രീതിയിലൊന്ന് വഴണ്ട് വന്നാൽ മതി. ഒരുപാട് കളറൊന്നും മാറി വഴണ്ട് പോവണ്ട. ഈ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരുന്ന ആ ഒരു എഗ്ഗില്ലേ, അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള സോസസാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ആദ്യമേ തന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂണോളമുള്ള ടൊമാറ്റോ കെച്ചപ്പാണ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണോളമുള്ള റെഡ് ചില്ലി സോസാണ്. നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ചില്ലി സോസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് 1 ടീസ്പൂണോളമുള്ള സോയാ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ, നല്ല രീതിയിൽ ഞാനൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം ഉള്ള പെപ്പർ പൗഡറും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉള്ള പഞ്ചസാരയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക, എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിപ്പോൾ ഇതിലേക്ക് ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നിയത് കൊണ്ട് തന്നെ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് ചില്ലി വിത്ത് ക്യാപ്സിക്കം റെഡിയായി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് സെർവ് ചെയ്താൽ നമ്മളുടെ പൊറോട്ട, ചപ്പാത്തി, നമ്മളുടെ ദോശ എല്ലാത്തിൻ്റെയും കൂടെ വെറുതെ കഴിക്കാനാണെങ്കിൽ ഇത് അടിപൊളി ടേസ്റ്റിയാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്, മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക, ഫീഡ്ബാക്ക് തരിക. അപ്പോൾ ഇതേപോലെ ഒരു പുതുപുത്തൻ റെസിപ്പിയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.